ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സുജൂദിൽ പ്രാർത്ഥിക്കാനുള്ള ദുആയുടെ കൂട്ടത്തിൽ സുബ്ഹാനദിൽ ജബറൂത്ത് വൽ മലകൂത്ത് വൽ കിബ്രിയാഇ വൽ അളമ, ഇങ്ങനെ ഒരു ദുആ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സഹീഹായി വന്നിട്ടുണ്ട്. ഈ ദുആയുടെ അർത്ഥവും അതിൻ്റെ ഒരു ചെറിയ വിവരണവും എന്താണ് എന്നതാണ് ചോദ്യം. അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അസ്വലു സിഫത്തി സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകത്തിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഈ ദുആയെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ ദുആ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഹാദാ വമാ ബഅദഹു ഫി സ്വലാത്തിൽ ലൈൽ, ഈ ദുആയും ഇനി ഇതിന് ശേഷം ഉദ്ധരിക്കാൻ പോകുന്ന ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് രാത്രി നമസ്കാരം ഖിയാമുൽ ലൈലിലെ സുജൂദിലായിരുന്നു. ഫർദ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രി നമസ്കാരത്തിലാണ് നബി അത് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദുആ സുബ്ഹാനദിൽ ജബറൂത്ത് വൽ മലകൂത്ത് വൽ കിബ്രിയാ വൽ അളമ, ഇത് സുജൂദിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആയാണ്. അത് തന്നെ രാത്രി നമസ്കാരത്തിൽ, ഫർദ് നമസ്കാരത്തിലല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സുബ്ഹാന എന്ന് പറയുന്നത് മറ്റ് പല സന്ദർഭങ്ങളിലും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ അർത്ഥം നമുക്കറിയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ എൻ്റെ റബ്ബിനെ അകറ്റുന്നു, അക്രമകാരികളായ ആളുകൾ, അക്രമകാരികളായ പടപ്പുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ ആരോപിക്കുകയും അവൻ്റെ ജനാബിൽ, അവൻ്റെ ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ആരോപിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് പറയാം, അള്ളാഹു ഭാര്യയെ സ്വീകരിച്ചു എന്ന് ആരോപിക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് പങ്കുകാരുണ്ട്, ശുപാർശക്കാരുണ്ട് എന്നൊക്കെ പറയാം. ഇങ്ങനെ പറയുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറയുകയോ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ധാരാളം പടപ്പുകൾ. അത്തരം കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് പറയുന്ന ആളുകളെ ഞാൻ നിശിതമായി എതിർക്കുന്നുണ്ട്. അവർ പറയുന്ന ഇത്തരം തെറ്റായ ആരോപണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവിനെ, അവൻ്റെ വിശുദ്ധിയെ, അവൻ്റെ പൂർണ്ണതയെ, അവൻ്റെ സൗന്ദര്യത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഇതാണ് സുബ്ഹാന. ആരെയാണ് ഞാൻ, ആരുടെ മഹത്വമാണ്, ആരുടെ വിശുദ്ധിയാണ്, ആരുടെ പൂർണ്ണതയാണ്, ആരുടെ സൗന്ദര്യമാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്? പടപ്പുകൾ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണങ്ങളിൽ നിന്ന്, തെറ്റായ നടപടികളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ആരുടെ വിശുദ്ധിയാണ് ഞാൻ ഉയർത്തുന്നത്? ദിൽ ജബറൂത്ത്, ജബറൂത്തുള്ളവൻ്റെ. അത് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ്. അള്ളാഹു ദുൽ ജബറൂത്ത്, ജബറൂത്തുള്ളവൻ എന്നാണ്. ദു എന്ന് പറഞ്ഞാൽ ഉള്ള, അതാണ് ദി എന്നിവിടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ദി എന്നാണത് വായിക്കുക, മുളാഫുൻ ഇലൈഹി ആയതിനാൽ. ജബറൂത്ത്, ജബറൂത്തുള്ളവൻ. ജബറൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജബ്ബാറാണ്. അവന് സർവവിധ ആധിപത്യവും ഉള്ളവനാണ്. ആധിപത്യത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കാനാണ് ജബ്ബാർ എന്ന് പറയുന്നത്. അള്ളാഹു ജബ്ബാറാണ്, എല്ലാ തരത്തിലുമുള്ള ആധിപത്യമുള്ളവനാണ്. സ്വേച്ഛാധിപത്യം, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേപടി നടപ്പിലാക്കുന്നു. അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ആരുമേ ഇല്ല. അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു, അതാരും മറിച്ച് ചോദിക്കാനില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നത്, സൃഷ്ടികൾ ചെയ്യുന്നത്, അത് അതിന് അവനോട് കണക്കവർ പറയുകയും ബോധിപ്പിക്കുകയും ചെയ്തേ തീരൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ മുഴുവനും ശിക്ഷിക്കുകയാണെങ്കിൽ അവൻ അന്യായം ചെയ്തവനല്ല, അതിനുള്ള ന്യായം അവനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുഴുവനും പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഔദാര്യമാണ്. അവൻ എല്ലാവരെയും ശിക്ഷിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ അത് തെറ്റാണെന്ന് പറയാനോ ആർക്കുമേ സാധ്യമല്ല, അത് തെറ്റാവുകയില്ല താനും.
പക്ഷെ അള്ളാഹു ശിക്ഷിക്കാതെ പലർക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ ഫضല് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാം ആകാശങ്ങളിലുള്ളത്, ഉപരിലോകത്തുള്ളത്, കീഴ്ലോകത്ത്, ഭൂലോകത്തും കീഴ്ലോകങ്ങളിലുമുള്ളത് എല്ലാറ്റിൻ്റെയും പൂർണ്ണമായ ഉടമസ്ഥതയും പൂർണ്ണമായിരിക്കുന്ന ആധിപത്യവും പൂർണ്ണമായ അധീശത്വവും ആ ആധിപത്യവും അധീശത്വവും ഉള്ളവൻ, അവന്റെ ആ അധീശത്വത്തിന്റെയും ആധിപത്യത്തിന്റെയും സമഗ്രതയെയും പൂർണ്ണതയെയും സൂചിപ്പിക്കാനാണ് ജബറൂത്ത് എന്നുള്ള സീഗയിൽ പദം പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാന പദം ജബ്ബാർ എന്ന് നമ്മൾ പറയുന്ന അതിൽ നിന്ന് തന്നെയാണ്. അത് ആധിപത്യം എന്നാണ് പറയാ. ആ ആധിപത്യത്തിന്റെ പൂർണ്ണതയെയും അതിന്റെ അത്യുക്തി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അത് അതിശയോക്തിപരമായി കാര്യങ്ങൾ കാണിക്കേണ്ടുന്നതിന് വേണ്ടിയാണ് ജബറൂത്ത് ഫഅലൂത്ത് എന്നുള്ള വസനിലേക്ക് എടുക്കുന്നത്. അപ്പൊ അള്ളാഹു ആധിപത്യമുള്ളവനാണ് എന്നല്ല, ആ ആധിപത്യം സമഗ്രമാണ്, അത് സമ്പൂർണമാണ്, അത് ചോദ്യം ചെയ്യപ്പെടാത്തതാണ്, അത് തീർത്തും ന്യായമായിട്ടുള്ളതാണ്. എല്ലാ ചെറുതും വലുതുമായ മുകളിലും താഴെയുമുള്ള ഉപരിലോകത്തുള്ളതും താഴ്ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെ മേലുമുള്ള അവന്റെ ആധിപത്യം, അവന്റെ അധികാരം, അവന്റെ അധീശത്വം, അവന്റെ ആധിപത്യം അത് സമ്പൂർണമാണ്. അത്രയും സമ്പൂർണമായ ആധിപത്യമുള്ള അള്ളാഹു, അവനെക്കുറിച്ച് വിവരം കെട്ട അക്രമികളായ പടപ്പുകൾ ചെയ്യുന്ന തെറ്റായ ആരോപണങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും അവനെ ഞാൻ മാറ്റി നിർത്തുന്നു. അവന്റെ വിശുദ്ധി ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. അവൻ ജബറൂത്തുള്ളവനാണ്. ജബറൂത്തുള്ള അള്ളാഹുവിന്റെ വിശുദ്ധി ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ജബറൂത്ത് മാത്രമല്ല അള്ളാഹുവിനുള്ളത്, ദിൽ ജബറൂത്ത് വൽ മലക്കൂത്ത്, മലക്കൂത്തുമുള്ളവനാണ്. അതും ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. മീമ് ലാമ് കാഫ് എന്ന് പറയുന്നത് അത് മിൽക്കിലേക്കും മുൽക്കിലേക്കും അടങ്ങുന്ന വാക്കാണ്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യമെന്നും മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥത എന്നുമാണ് വരിക. അപ്പൊ മുഴുവൻ പ്രപഞ്ചങ്ങളും മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. അവയുടെ മുഴുവനും അധികാരിയും അതിന്റെ മുഴുവനും അധികാരവും അവനുള്ളവനാണ്. ആ അവന്റെ ഉടമസ്ഥതയുടെയും അധികാരത്തിന്റെയും പൂർണ്ണതയെയും സമഗ്രതയെയും സൂചിപ്പിക്കാനാണ് മലക്കൂത്ത്. അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മലിക്കാണ്, മലിക്ക് യൗമുദ്ദീനാണ്, മാലിക്ക് യൗമുദ്ദീനാണ്, മാലിക്കുൽ മുൽക്കാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെയും ഉടമസ്ഥതയുടെയും പൂർണ്ണത ഏറ്റവും സമ്പൂർണമായി ഏറ്റവും മനോഹരമായി കാണിക്കാനാണ്, ഏറ്റവും അതിശയോക്തിപരമായി അതിന്റെ പൂർണ്ണതയിൽ ആ കാര്യത്തെ തെളിയിച്ച് കാണിക്കാനാണ് മലക്കൂത്ത് എന്നുള്ള സ്വീകയിൽ ആ രൂപത്തിൽ പദം പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹ് മലക്കൂത്തുള്ളവനാണ്, അള്ളാഹ് ജബറൂത്തുള്ളവനാണ്. ദിൽ ജബറൂത്ത് വൽ മലക്കൂത്ത് വൽ കിബിരിയ. അള്ളാഹു സുബ്ഹാനഹു വതആല കിബിരിയ ഉള്ളവനാണ്. കിബിരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പം, മഹത്വം. നമ്മൾ വേറെ രൂപത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ അഹങ്കാരം എന്നതിനും അതാണ് പറയാ. അഹങ്കാരം എന്ന് പറയുന്നത് സൃഷ്ടികളിലേക്ക് ചേർക്കുമ്പോൾ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അത് പാപമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഗൗരവമായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വൻ പാപമാണ്. അഹങ്കാരം അല്പമെങ്കിലും ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ പ്രവേശിക്കുക പാടാണ്. കാരണം പിന്നെ അവൻ സത്യം അംഗീകരിക്കില്ല, അവൻ മറ്റുള്ളവരെ എല്ലാം താഴ്ത്തിക്കെട്ടിക്കാണും. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നേർവഴിയിലേക്ക് വരിക എന്നുള്ളതില്ല. അതുകൊണ്ടാണ് കിബറുള്ള ഒരു മനുഷ്യൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന അർത്ഥത്തിൽ ഹദീസ് വന്നിട്ടുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വൽ കിബിരിയാ ഉരിദായി. എന്നാൽ ഈ കിബിരിയ, ഈ വലിപ്പവും, ഈ അവൻ മതി, വേറെ ആരും വേണ്ട, അവൻ തന്നെ മതി എന്നുള്ള അവന്റെ ആ ഗരിമ, അവന്റെ ആ മഹത്വം, അവന്റെ ആ വലിപ്പം, അവന്റെ ആ അഹങ്കാരം എന്ന് പറയുന്നത്, ആ ഗരിമ എന്ന് പറയുന്നത് എന്റെ തട്ടമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ആ ഗരിമയുടെ അല്ലെങ്കിൽ ആ വലിപ്പത്തിന്റെ അല്ലെങ്കിൽ ആ മഹത്വത്തിന്റെ പൂർണ്ണത സൂചിപ്പിക്കാൻ അത്രയും ഗരിമയുള്ള മഹത്വമുള്ള അള്ളാഹു വൽ അളമ. അത് അളമത്ത് നമുക്കറിയാവുന്നതാണ്. അള്ളാഹു വലിയവനാണ്, അള്ളാഹ് ഏറ്റവും വലിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനെയും വലയം ചെയ്ത് നിൽക്കുന്നവനാണ്. അള്ളാഹു എല്ലാറ്റിനും മീതയാണ്.
കാലം കൊണ്ടാണെങ്കിൽ അള്ളാഹുവിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാണ്. അവിടെ ഇഹാത്തത്തുൻ സമാനിയ, കാലം കൊണ്ട് അള്ളാഹു എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാൻ സ്പേസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ അവൻ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അവനെ ചൂഴ്ന്നു നിൽക്കാനോ അവനെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. അതിനാർക്കും സാധ്യമല്ല. അവനതിൻ്റെ ആവശ്യമല്ല. മറിച്ച് അവൻ എല്ലാറ്റിനെയും അവൻ വലയം ചെയ്തിരിക്കുന്നു. ഇഹാത്തത്തുൻ മക്കാനിയ, മക്കാനിയായ നിലക്ക് അള്ളാഹുവിൻ്റെ ഇഹാത്തത്തുണ്ട്. അങ്ങനെ അള്ളാഹു അത്രയും വലിയവനാണ്. അതുകൊണ്ട് തന്നെ ആ വലിപ്പമാണ് അവൻ്റെ ഏകത്വം. അവൻ്റെ ഏകത്വം എന്ന് പറയുന്നത് അവൻ്റെ വലിപ്പമാണ്. അവനോളം വലിപ്പമുള്ള മഹത്വമുള്ള ഒരുത്തൻ വേറെയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഏകത്വത്തിൽ, അവൻ വലിപ്പത്തിന്റെ കാര്യത്തിൽ, മഹത്വത്തിന്റെ കാര്യത്തിൽ അവൻ ഏകനാണ്. ഇങ്ങനെയുള്ള അളമ മഹത്വമുള്ളവനാണ്. കിബിരിയ അഹങ്കാരമുള്ളവനാണ്, മഹത്വമുള്ളവനാണ്, ഗരിമയുള്ളവനാണ്. മലക്കൂത്ത് ഉടമസ്ഥതയും അതുപോലെ തന്നെ ആധിപത്യവും പൂർണ്ണവും സമഗ്രവുമായ രൂപത്തിലുള്ളവനാണ്. ജബറൂത്ത് അധീശത്വവും അധികാരവും അതിനു മാത്രമുള്ളവനാണ്. അങ്ങനെയുള്ളവനാരോ ആ അള്ളാഹു അവന്റെ വിശുദ്ധിയെ, അവന്റെ പൂർണ്ണതയെ ഞാനിതാ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ്. ഇത് തസ്ബീഹിലെ ഏറ്റവും മനോഹരമായ വാക്കുകളിൽപ്പെട്ട വാക്കാണ്. അത് രാത്രി നമസ്കാരത്തിൽ അത് അള്ളാനെ അറിഞ്ഞ്, എന്നാൽ ഈ അള്ളാഹിനെ സംബന്ധിച്ച് പടപ്പുകൾ പറയുന്നത്, ജൂതന്മാർ പറയുന്നു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹിന്റെ മകനാണ്. അതുപോലെ തന്നെ ക്രൈസ്തവർ പറയുന്നു ഈസ ഇബ്നുല്ലാഹ്, ഈസ അള്ളാഹിന്റെ മകനാണ്. അതുപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പറയുന്നു മലായിക്കത്ത് ഇനാസുള്ള, അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്. അതുപോലെ മറ്റുള്ള മുശ്രിക്കുകൾ പറയുന്നു അള്ളാഹുവിന് സമന്മാരുണ്ട് പല അർത്ഥത്തിലും. അത് അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവരാകാം, മധ്യവർത്തികളാകാം, അല്ലെങ്കിൽ വേറെ നിലക്ക് ഔലിയാക്കന്മാരായി വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാകാം. ഇങ്ങനെ പലതും അള്ളാഹ്ക്കുണ്ട് എന്ന് ആരോപിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെറ്റായ നടപടികളിലും പ്രവർത്തനങ്ങളിലും മുഴുകുകയും അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ ഏകത്വത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. ആ ചെയ്യുന്ന എല്ലാവിധ വാക്കുകളിൽ നിന്നും, ആരോപണങ്ങളിൽ നിന്നും, നടപടികളിൽ നിന്നും ഞാൻ ഒഴിവാണ്. അത് ചെയ്യുന്നവരെ ഞാൻ എതിർക്കുന്നു. ആ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിനെ, അവന്റെ മഹത്വത്തെ, അവന്റെ വിശുദ്ധിയെ ഞാനിതാ മാറ്റി നിർത്തുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. സുബ്ഹാനദിൽ ജബർ വൽ മലകൂത്ത് വൽ കിബ്രിയാഇ വൽ അളമ. ഇത് തസ്ബീഹാണ്. തസ്ബീഹിന്റെ ഏറ്റവും നല്ല അതിമനോഹരമായ വാക്കുകളാണ്. ഹാദാ വല്ലാഹു തആല അഅലം.